മറ്റു വാർത്തകളിലേക്ക്. ഇടുക്കി അടിമാലി മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവർ നിരാഹാര സമരം നടത്തുകയാണ്. നഷ്ടപരിഹാരം നൽകാൻ ദേശീയപാത അതോറിറ്റി തയ്യാറാകണമെന്ന് ആവശ്യപ്പെട്ടാണ് സമരം. ക്യാമ്പിൽ കഴിയുന്ന പകുതി കുടുംബങ്ങളോട് മടങ്ങിപ്പോകാൻ ജില്ലാ ഭരണകൂടം ഇന്നലെ ആവശ്യപ്പെട്ടിരുന്നു. മുഹമ്മദ് ആഷിഖ് വിവരങ്ങളുമായി ഇടുക്കിയിൽ നിന്ന്. ആഷിഖ്, എന്താണ് ഇവർ പറയുന്നത്? അജിംസ്, അടിമാലിയിലെ മണ്ണിടിച്ചിൽ ദുരിതബാധിതർക്ക് ഏതെങ്കിലും തരത്തിലുള്ള സഹായ പ്രഖ്യാപനമോ പുനരധിവാസമോ ഇതേവരെ സാധ്യമായിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമായി നിലനിൽക്കുകയാണ്. ഈ ദുരന്തബാധിതരായി കഴിഞ്ഞുകൂടുന്ന ഈ ദുരിതാശ്വാസ ക്യാമ്പിലെ കുടുംബങ്ങൾ ഇപ്പോൾ നിരാഹാര സമരത്തിലേക്ക് കടന്നിരിക്കുന്നത് എന്നുള്ളതാണ്. ഇന്നലെ ജില്ലാ ഭരണകൂടം ക്യാമ്പിൽ കഴിയുന്ന ഏതാണ്ട് 24 കുടുംബങ്ങളോട് തിരിച്ച് അവരുടെ വീടുകളിലേക്ക് മടങ്ങിപ്പോകണമെന്ന് നിർദ്ദേശം നൽകിയിരുന്നു. ആകെ 44 കുടുംബങ്ങളാണ് ദുരന്തം ബാധിച്ചതിനെ തുടർന്ന് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നത്. ഇതിൽ 24 കുടുംബങ്ങൾക്ക് തിരികെ വീട്ടിലേക്ക് പോകുന്നത് സുരക്ഷിതമാണ് എന്ന കണ്ടെത്തലിനെ തുടർന്നായിരുന്നു ജില്ലാ ഭരണകൂടം ഈ നിർദ്ദേശം നൽകിയത്. എന്നാൽ ഇത് ദുരിതാശ്വാസ ക്യാമ്പിൽ വലിയ പ്രതിഷേധത്തിന് വഴിവെക്കുകയായിരുന്നു. തങ്ങൾക്ക് സുരക്ഷയും സംവിധാനവും ഈ ദുരന്തബാധിതർക്ക് നഷ്ടപരിഹാരവും നൽകാതെ തിരികെ വീട്ടുകളിലേക്ക് പറഞ്ഞയക്കാൻ തങ്ങൾ അനുവദിക്കുകയില്ല എന്നുള്ളതാണ് ദുരന്തബാധിതർ ഏറ്റവും പ്രധാനമായി മുന്നോട്ട് വയ്ക്കുന്നത്. കൂടാതെ ഇതൊരു മനുഷ്യനിർമ്മിതമായ ദുരന്തമാണ്. അത് ഇതിന്റെ ഉത്തരവാദികളായ ആളുകൾ തന്നെ ഇതിൽ നഷ്ടപരിഹാരം നൽകാൻ തയ്യാറായി മുന്നോട്ട് വരണമെന്ന ആവശ്യമാണ് ഈ ദുരന്തബാധിതർ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന ആളുകൾ ഈ ഘട്ടത്തിൽ മുന്നോട്ട് വയ്ക്കുന്നത്. ഇന്ന് ഏതാണ്ട് 44 കുടുംബങ്ങൾ താമസിക്കുന്ന ദുരിതാശ്വാസ ക്യാമ്പിൽ ഇതേവരെ ഭക്ഷണം വെച്ചിട്ടില്ല. അടുക്കള പൂർണ്ണമായും അടഞ്ഞു കിടക്കുകയാണ്. എല്ലാവരും, കൊച്ചുകുട്ടികളടക്കമുള്ള എല്ലാവരും പട്ടിണി കിടന്ന് പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. നഷ്ടപരിഹാരം പ്രഖ്യാപിക്കാൻ ഉടൻ ജില്ലാ ഭരണകൂടം തയ്യാറാക്കണം, അല്ലെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം ദേശീയപാത അതോറിറ്റി തന്നെ ഏറ്റെടുക്കണമെന്ന ആവശ്യമാണ് ഈ അടിമാലിയിലെ ദുരന്തബാധിതർ ആവശ്യപ്പെടുന്നത്. ഇനിയും ആ നിലയ്ക്കുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ ദേശീയപാത ഉപരോധമടക്കം കൂടുതൽ വലിയ സമര പരിപാടികളിലേക്ക് കടക്കാനാണ് ഇപ്പോൾ ആ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന ആളുകൾ തീരുമാനിച്ചിട്ടുള്ളത്. ഏതായാലും ശക്തമായ സമരപരിപാടികളിലേക്ക് ദുരന്തബാധിതർ കടക്കുന്നു. വളരെ നിരാശാജനകമാണ്. വലിയൊരു ദുരന്തത്തിന്റെ ഇരകൾക്ക് വേണ്ട നഷ്ടപരിഹാരമോ പുനരധിവാസ നടപടികളോ ഇതേവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് എന്നാണ് അവിടുത്തെ ജനപ്രതിനിധികൾ ഈ ഘട്ടത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത്.